ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു KL01 വേൾഡ് ഓഫ് നോളജ് PSC ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചുകൊണ്ടിരുന്നത് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചായിരുന്നു. അപ്പോൾ അവസാനമായി നമ്മൾ നോക്കി നിർത്തിയത് വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാനുള്ള അവസരമാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞായിരുന്നു. ബാങ്കുകൾ ഓവർ ഡ്രാഫ്റ്റ് നൽകുന്നത് പ്രചലിത നിക്ഷേപം ഉള്ളവർക്ക്. എന്താണ് പ്രചലിത നിക്ഷേപം എന്ന് പറഞ്ഞാൽ? കറണ്ട് ഡെപ്പോസിറ്റിനെയാണ് പ്രചലിത നിക്ഷേപം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകൾ അവസാനിപ്പിച്ചപ്പോൾ അതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് പോയാലോ? പോകാം നമ്മുടെ ക്ലാസ്സിലേക്ക്. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിക്കുന്ന തുകയാണ് ബാങ്കുകൾ വായ്പയായി നൽകുന്നത്. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിക്കുന്ന തുകയാണ് ബാങ്കുകൾ വായ്പയായി നൽകുന്നത്. വായ്പയുടെ പലിശ നിരക്കിൽ വ്യത്യാസം വരുന്നത് വായ്പാ കാലാവധി, വായ്പയുടെ ആവശ്യം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പലിശ നിരക്കിൽ വ്യത്യാസം വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ടെന്യൂർ പീരീഡ് ഉണ്ട്. അപ്പോൾ വായ്പയുടെ കാലാവധിയും പിന്നെ എന്താണ് വായ്പയുടെ ആവശ്യം എന്നിവ അടിസ്ഥാനമാക്കിയാണ് പലിശ നിരക്കിൽ വ്യത്യാസം വരുന്നത്. വായ്പകൾ നൽകാൻ ബാങ്ക് സ്വീകരിക്കുന്ന ഈടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ വെറുതെ വായ്പ തരില്ലല്ലോ, എന്തെങ്കിലും ഈട് ജാമ്യമൊക്കെ കൊടുത്താലേ വായ്പകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ എന്തൊക്കെ വായ്പകൾ ലഭിക്കുന്നതിനായിട്ട് കൊടുക്കേണ്ടുന്ന ഈടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭൗതിക ആസ്തികൾ, സ്വർണം, വസ്തുവിന്റെ ആധാരം മുതലായവ. ഭൗതിക ആസ്തികൾ എന്ന് പറയുന്നത് ഒന്നുകിൽ ഗോൾഡ് ലോൺ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടി ലോൺ ആയിട്ടോ ഒക്കെ വസ്തുവിന്റെ ആധാരമൊക്കെ വെച്ചിട്ട് നമുക്ക് ലോൺ എടുക്കാനായിട്ട് സാധിക്കും. സ്ഥിര നിക്ഷേപ പത്രങ്ങൾ, ഫിക്സഡ് ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്സ് കൊടുത്താലും ലോൺ എടുക്കാം. ദെൻ ശമ്പള പത്രം അല്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഈടായി സ്വീകരിക്കുന്നത്. ലോൺ ലഭിക്കണമെങ്കിൽ നമ്മൾ ഈടായിട്ട് നൽകേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്നുകിൽ ഗോൾഡ് അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ പ്രൂഫ്, അല്ലെങ്കിൽ എന്താ പറയുക വസ്തുവിന്റെ ആധാരം, അല്ലെങ്കിൽ നമുക്ക് സാലറി സർട്ടിഫിക്കറ്റ്, പിന്നെ ഫിക്സഡ് ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്സ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോൺ എടുക്കുന്നതിന് ഈടായിട്ട് നൽകുന്ന അല്ലെങ്കിൽ നൽകാൻ കഴിയുന്ന വസ്തുക്കളാണ്. ഓക്കെ, അപ്പോൾ വായ്പകൾ നൽകാൻ ബാങ്ക് സ്വീകരിക്കുന്ന ഈടുകളാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി സഹകരണം എന്താണെന്ന് നമുക്ക് നോക്കാം. കോർപ്പറേഷൻ, സഹകരണം. സഹകരണ പ്രസ്ഥാനത്തിന്റെ ജന്മനാട് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്. അപ്പോൾ ഇംഗ്ലണ്ടാണ് സഹകരണ പ്രസ്ഥാനത്തിന്റെ ജന്മനാട് എന്ന് പറയുന്നത്. സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവാണ് റോബർട്ട് ഓവൻ. സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം റോബർട്ട് ഓവൻ. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവാണ് ഫ്രെഡറിക് നിക്കോൾസൺ. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ഫ്രെഡറിക് നിക്കോൾസൺ ആണ്. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന കമ്മിറ്റി റിപ്പോർട്ടാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന കമ്മിറ്റി റിപ്പോർട്ട്. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ തലവൻ സഹകരണ സംഘം രജിസ്ട്രാർ ആണ്. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ തലവൻ എന്ന് പറയുന്നത് സഹകരണ സംഘം രജിസ്ട്രാർ. ഇന്ത്യയിൽ ആദ്യമായി സഹകരണ നിയമം നിലവിൽ വന്ന വർഷം 1904. ഇന്ത്യയിൽ ആദ്യമായി സഹകരണ നിയമം നിലവിൽ വന്ന വർഷം 1904. UN അന്താരാഷ്ട്ര സഹകരണ വർഷമാണ് 2012. യുണൈറ്റഡ് നേഷൻസ് അന്താരാഷ്ട്ര സഹകരണ വർഷമായി ആചരിച്ചത് 2012. ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം സ്ഥാപിതമാകുന്നത് കോഴിക്കോടാണ്. ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം, ഫസ്റ്റ് കോർപ്പറേഷൻ മ്യൂസിയം ഇൻ ഏഷ്യ, കോഴിക്കോടാണ്. നമ്മുടെ സ്വന്തം കേരളത്തിലെ കോഴിക്കോട്. കേരളത്തിലെ ആദ്യ പലിശരഹിത സഹകരണ സംഘമാണ് ഹലാൽ ഫായിദ കോപ്പറേറ്റീവ് സൊസൈറ്റി കണ്ണൂർ. ഹലാൽ ഫായിദ കോപ്പറേറ്റീവ് സൊസൈറ്റി കണ്ണൂർ ആണ് കേരളത്തിലെ ആദ്യ പലിശരഹിത സഹകരണ സംഘം. ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗക്കാർക്ക് വേണ്ടി സഹകരണ സംഘങ്ങൾ ആരംഭിച്ച സംസ്ഥാനം കേരളം. ട്രാൻസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി, ട്രാൻസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി.
സഹകരണ ബാങ്കുകൾ എന്താണെന്ന് നോക്കാം നമുക്ക്. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. അപ്പോൾ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ്? സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. സഹകരണ ബാങ്കിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് ഗ്രാമീണർക്ക് സാമ്പത്തിക സഹായം നൽകുക. സഹകരണ ബാങ്കിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലുള്ള അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക സഹായം നൽകുക. സഹകരണ ബാങ്കിൽ നിന്ന് കൂടുതൽ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് കൃഷിക്കാർ, കൈത്തൊഴിലുകാർ, ചെറുകിട വ്യവസായികളൊക്കെയാണ് സഹകരണ മേഖലയിൽ നിന്നും അല്ലെങ്കിൽ ഈ ബാങ്കിൽ നിന്നും കൂടുതൽ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. സംസ്ഥാന സഹകരണ ബാങ്കിന്റെ കീഴിലാണ് ജില്ലാ സഹകരണ ബാങ്കുകൾ. അവയുടെ കീഴിലാണ് പ്രാഥമിക സഹകരണ ബാങ്കുകൾ. ഇനി സംസ്ഥാന സഹകരണ ബാങ്കുകൾ എന്തൊക്കെയാ ചെയ്യുന്നത്? സംസ്ഥാനത്തെ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നതെന്നല്ല, സംസ്ഥാന സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് സംസ്ഥാനത്തെ സഹകരണ രംഗത്തെ ഉയർന്ന ഘടകമാണ്. ജില്ലാ സഹകരണ ബാങ്കുകൾക്കും പ്രാഥമിക സഹകരണ ബാങ്കിനും സാമ്പത്തിക സഹായം നൽകുന്നു. ജില്ലാ സഹകരണ ബാങ്കുകളാണെങ്കിൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നു. പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് സഹായവും ഉപദേശവും നൽകുന്നു. ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നു ജില്ലാ സഹകരണ ബാങ്ക്. പ്രാഥമിക സഹകരണ ബാങ്ക് ആണെങ്കിലോ പ്രവർത്തന പ്രദേശത്തിന്റെ പരിധി കുറവ്, ഗ്രാമീണരുടെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നു, ഗ്രാമീണർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സഹകരണ ബാങ്കുകളെ പറ്റി പറയാനായിട്ട് ഉള്ളത്. കേരള ബാങ്ക് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. കേരളത്തിലെ 13 ജില്ലാ സഹകരണ ബാങ്കുകളെയും സംസ്ഥാന സഹകരണ ബാങ്കിനെയും സംയോജിപ്പിച്ച് നിലവിൽ വന്ന ബാങ്കാണ് കേരള കോഓപ്പറേറ്റീവ് ബാങ്ക്, കേരള ബാങ്ക് എന്നറിയപ്പെടുന്നത്. 2019 നവംബർ 29 കേട്ടോ നിലവിൽ വന്നത്. കേരള ബാങ്കിൽ ഉൾപ്പെടാത്ത സഹകരണ ബാങ്കാണ് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക്. കേരള കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ രൂപീകരണത്തെ കുറിച്ച് വിശദമായി പഠനം നടത്താനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയാണ് പ്രൊഫസർ MS ശ്രീറാം കമ്മിറ്റി. കേരള കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ രൂപീകരണം പ്രായോഗിക തലത്തിൽ നടപ്പാക്കുന്നതിനായി രൂപീകരിച്ച ടാസ്ക് ഫോഴ്സിന്റെ ചെയർമാനാണ് VR രവീന്ദ്രനാഥ്. ചോദ്യം ഒന്നുകൂടി, കേരള കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ രൂപീകരണം പ്രായോഗിക തലത്തിൽ നടപ്പാക്കുന്നതിനായി രൂപീകരിച്ച ടാസ്ക് ഫോഴ്സിന്റെ ചെയർമാൻ ആരായിരുന്നു? VR രവീന്ദ്രനാഥാണ്, മുൻ ചീഫ് ജനറൽ മാനേജർ നബാർഡ്. കേരള ബാങ്കിന്റെ പ്രഥമ പ്രസിഡന്റാണ് ഗോപി കോട്ടമുറിക്കൽ. കേരള ബാങ്കിന്റെ പ്രഥമ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ. കേരള ബാങ്കിന്റെ CEO ആരായിരുന്നു? PS രാജൻ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ 2019 നവംബർ 29 ആ കാലഘട്ടത്തെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചു കൊണ്ടിരുന്നത്. ഓക്കെ, വികസന ബാങ്കുകളും സവിശേഷ ബാങ്കുകളും എന്നീ തലക്കെട്ടിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കിയിട്ട് നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. വികസന ബാങ്കുകളും സവിശേഷ ബാങ്കുകളും വ്യവസായശാലകളുടെ സാങ്കേതികവൽക്കരണം, നവീകരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ദീർഘകാല വായ്പകൾ നൽകുന്ന ബാങ്കുകളാണ് വികസന ബാങ്കുകൾ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി നോക്കൂ, വ്യവസായശാലകളുടെ സാങ്കേതികവൽക്കരണം, നവീകരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ദീർഘകാല വായ്പകൾ നൽകുന്ന ബാങ്കുകളാണ് വികസന ബാങ്കുകൾ. വികസന ബാങ്കിന് ഉദാഹരണം ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, IFCI, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ചില പ്രത്യേക മേഖലകളുടെ വികസനത്തിനു മാത്രമായി സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനങ്ങളാണ് സവിശേഷ ബാങ്കുകൾ. ചില പ്രത്യേക മേഖലകളുടെ വികസനത്തിനു മാത്രമായി സാമ്പത്തിക സഹായങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളാണ് സവിശേഷ ബാങ്കുകൾ. സവിശേഷ ബാങ്കുകൾക്ക് ഉദാഹരണം എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ, ചെറുകിട വ്യവസായ വികസന ബാങ്ക്, ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക്, SIDBI, സിഡ്ബി എന്നൊക്കെ പറയും. വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് സ്ഥാപിതമായ ഇന്ത്യയിലെ ഉന്നത സാമ്പത്തിക സ്ഥാപനമാണ് എക്സിം ബാങ്ക്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ. പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും, പുതിയ ചെറുകിട വ്യവസായം തുടങ്ങുവാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കുവാനും സഹായം നൽകുന്ന ബാങ്കാണ് സിഡ്ബി, SIDBI. മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസ്, MSES വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യ സെന്റിമെന്റ് ഇൻഡെക്സ്
CRISIDX, CRISIDEX, ക്രിസിൽ എന്നും സിഡ്ബിയും ചേർന്ന്, അല്ലെങ്കിൽ ക്രിസിലും CRISIL SIDBI സിഡ്ബിയും ചേർന്ന് വികസിപ്പിച്ചതാണ് മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസ് MSEസിന് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യ സെന്റിമെന്റ് ഇൻഡെക്സ് ക്രിസിഡിക്സ്, CRISIDEX. ഓക്കെ, അപ്പൊ തൽക്കാലം ഇത്രയും കാര്യങ്ങൾ നോക്കി നമ്മൾ ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ തുടർഭാഗവുമായിട്ട് നാളത്തെ ക്ലാസ്സുകളിൽ വീണ്ടും കണ്ടുമുട്ടും വരേക്കും സൈനിങ് ഓഫ് KL01 വേൾഡ് ഓഫ് നോളജ്. ബൈ.